ഈ ദിവസങ്ങളിലെല്ലാം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെനിക്ക് പ്രിയരായതുകൊണ്ടാണ് തുറന്ന് സംസാരിക്കുന്നത്. നിങ്ങൾ മാത്രമല്ല, എല്ലാവരും പ്രിയരല്ലേ. എല്ലാവരും കേൾക്കട്ടെ എന്നോർത്താണ് പറയുന്നത്. ഇത് ആത്മാവിൽ ആരംഭിച്ച പ്രോഗ്രാമാണ് ദൈവസഭ എന്ന് പറയുന്നത്. അതിന് ഒത്തിരി വിഘ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട് തുടക്കകാലത്ത്. അതെല്ലാം പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, പിന്നെ ചരിത്ര രേഖയുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങൾ മുൻപിലുള്ളത് കൊണ്ട് നമുക്കതെല്ലാം മുന്നറിയിപ്പുകളും ദൃഷ്ടാന്തങ്ങളുമാണ്. ശരിയല്ലേ? അന്ന് നടന്നതായ കാര്യങ്ങളെല്ലാം മുന്നറിയിപ്പുകളും ദൃഷ്ടാന്തങ്ങളുമാണ്. തേജസ്സോടെ ആരംഭിച്ച ക്രിസ്തുവിന്റെ സഭ പിന്നത്തേതിൽ മതമായി പോയി. യേശു ക്രിസ്തുവിന്റെ സഭ ഏകദേശം AD 312 ഒരു മതസംഹിതാനമായിട്ട് മാറി. അന്നാണ് ക്രിസ്തു മതം ഉദ്ഘാടനം ചെയ്തത്. ലോകത്തിലെ പ്രബല മതമായ പേഗൻ മതം പേര് മാറ്റി. റോമാക്കാര് കൊണ്ട് നടക്കുന്ന അവരുടെ മതമായ പേഗൻ മതത്തിന്റെ പേര് മാറ്റി ക്രിസ്തു മതം എന്നുള്ള സംവിധാനം വെളിപ്പെട്ടു. അതുവരെ ഏകദേശം AD 312 വരെ ഇത് എന്തായിരുന്നു? മാർഗമായിരുന്നു. മാർഗം, രക്ഷാമാർഗം, പിതാവിങ്കിലേക്കുള്ള മാർഗം, ജീവങ്കിലേക്കുള്ള മാർഗമായിരുന്നു. മാർഗം എന്ന് പറഞ്ഞാൽ വഴിയായിരുന്നു. അത് പിന്നെ മാർഗം എന്തായിട്ട് മാറി? മതമായിട്ട് മാറി. ഒരു മതസംഹിതാനം. മതത്തിന് അതിൻ്റെതായ മാനുഷികമായ ചട്ടക്കൂടുകൾ, അച്ചുകൂടങ്ങൾ, പരിപാടികളെല്ലാം ഉണ്ട്. അത് അങ്ങനെയാണ് പിന്നെ കാലങ്ങൾ മുന്നോട്ട് പോയത്. എന്നാൽ ഫിലിപ്പിന്റെ കൈസരിയിൽ വെച്ച് മുഴു ലോകവും കേൾക്കേ, പാതാളം കേൾക്കേ, യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, കൈവിട്ട് കളയത്തില്ലെന്ന്. ആ സഭയുടെ പണി വീണ്ടും തന്റെ പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ട്, പിന്മഴയെ അയച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം വീണ്ടും അതിശക്തമായിട്ട് ആരംഭിക്കുകയാണ്. ഏകദേശം 1200കളിൽ അതിന്റെ ചെറിയ തിരുനാളം തുടങ്ങി. അതങ്ങനെ മുന്നോട്ട് വന്ന് ഉണർവുകൾ, ദൈവപ്രവൃത്തികളെല്ലാം ഇങ്ങനെ വെളിപ്പെട്ട് വന്ന് 1900ന്റെ ആദ്യപാദം വന്നപ്പോൾ ലോകമെമ്പാടും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വ്യാപിച്ചു. പിന്മഴയുടെ കാലം വന്നു. പെന്തക്കോസ്തിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ആ പിന്മഴയുടെ കാലത്ത് വചനപ്രകാരം ദൈവവചനത്തിലേക്ക് ജനം മടങ്ങി വന്നു. പഴയ കാലത്തെ കൂടാരം നിവർത്തുകയാണ്. മാളികമുറിയിൽ ആരംഭിച്ച കൂടാരത്തിന്റെ പണി അങ്ങനെ തന്നെ അത് എന്ത് ചെയ്യുന്നു? നിവർത്തുന്നു. മതസംഹിതാനങ്ങളെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ദൈവം തെരഞ്ഞെടുത്ത തന്റെ അഭിഷിക്തന്മാർ, തന്റെ ദാസന്മാർ രംഗത്ത് വരികയാണ്. അവർ ആത്മനിറവിൽ സുവിശേഷം പ്രസംഗിച്ചു. അവർ ആത്മനിറവിൽ വചനം ഘോഷിച്ചു. അത് കേട്ട് ഗ്രഹിച്ചു മനസ്സിലാക്കിയ അനേകർ ഈ സത്യമാർഗത്തിന് വേണ്ടി ഇറങ്ങി വന്നു. മതത്തിന്റെ കെട്ടുകളെല്ലാം പൊട്ടിച്ചുകൊണ്ട്, മതത്തിന്റെ ചങ്ങലകളെല്ലാം പൊട്ടിച്ചുകൊണ്ട് ആത്മാവിലുള്ള സ്വാതന്ത്ര്യം അവർ അനുഭവിച്ചു. അതുവരെ അവർ 3 ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടിരുന്നവർ, 1.5 ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടിരുന്നവൻ രാവെളുക്കുവോളം ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ നദിയിലേക്ക് അങ്ങ് ഇറങ്ങുകയാണ്. അതിഭയങ്കരമായിട്ടൊരു മലവെള്ളപ്പാച്ചിൽ പോലെ. ആ പോക്ക് കണ്ടിട്ട് ആളുകൾ പറഞ്ഞു, ഇതന്ന് പെന്തിക്കോസ് ദിനത്തിൽ മർക്കോസിന്റെ മാളികയിൽ നടന്നു പോലെയുള്ള പ്രക്രിയയാണല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ലോകം കളിയാക്കി വിളിച്ചു. ഇത് അവർ തന്നെ പെന്തക്കോസ്തർ എന്ന് കളിയാക്കി വിളിച്ചു. അതുപോലെ ആ പേര് അന്വർത്ഥമാകുമാർ ആരംഭകാലത്ത് പൂർവന്മാര് പെന്തക്കോസിന്റെ അനുഭവം, മാളികമുറിയുടെ അനുഭവം പ്രാപിച്ചവർ രംഗത്തിറങ്ങി വന്നു. അവർ ആത്മാവിനെ മാത്രം അനുസരിച്ചു. ആത്മാവ് തുറന്ന വഴികളിലൂടെ നടന്നു. കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിച്ചൊരു വാക്യമുണ്ടല്ലോ, എന്നെ അയച്ച എന്റെ പിതാവിന്റെ ഇഷ്ടം ഞാൻ എല്ലായ്പ്പോഴും എപ്പോഴും അവന്റെ ഹിതം മാത്രം ചെയ്യുകൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല, അവൻ എന്നോട് കൂടെയുണ്ടെന്ന്. അപ്പോൾ എല്ലായ്പ്പോഴും യേശു ആരുടെ ഹിതം നിവർത്തിച്ചു? പിതാവിന്റെ ഹിതം നിവർത്തിച്ചു. ഈ പൂർവന്മാരെല്ലാം ദൈവഹിതം നിവർത്തിച്ചുകൊണ്ട് ആത്മാവ് നടത്തുന്ന വഴികളിലൂടെ ആരംഭകാലങ്ങളിൽ നടന്നു. എന്നാൽ പിന്നത്തേതിൽ അതിന് ഒരു സംഘടനാ ചൊവ വന്നു. അങ്ങനെ അത് സംഘടനയായിട്ട് പതിയെ മാറി. ആ സംഘടന ആരംഭത്തിൽ അതിന് വലിയ ശക്തിയൊന്നുമില്ലായിരുന്നു. സഭ ശക്തിയായി നിൽക്കുകയല്ലേ. സംഘടന ചെറിയ ഒരു പ്രോഗ്രാമായിട്ട് സൈഡിൽ നിൽക്കുന്നേ ഉള്ളൂ. സഭ അജയ്യമായി നിൽക്കുകയാണ്. പിന്നത്തേതിൽ ഇതിനകത്ത് വെള്ളം ചേർത്ത് വന്നപ്പോൾ സഭയുടെ ശക്തി എന്ത് ചെയ്തു? പതിയെ ചോർന്ന് പോയിട്ട് മറു സൈഡിൽ എന്ത് പൊങ്ങി വന്നു? സംഘടന പൊങ്ങി വന്നു. സംഘടനയുടെ ബലം, അതിഭയങ്കര ബലം. അത് വലിയ കോട്ടകൾ കെട്ടുകയാണ്. സംഘടന വലിയ കോട്ടകൾ കെട്ടി യേശുക്രിസ്തുവിന്റെ വിശുദ്ധന്മാരെ, കുഞ്ഞാടിന്റെ കാന്തയെ, അവന്റെ പ്രാക്കളെ, അവന്റെ മണവാട്ടി സംഘത്തെ ആ ചങ്ങലകളാൽ, മതത്തിന്റെ ചങ്ങലകളാൽ ബന്ധിച്ച് സംഘടനകളുടെ തടവറയിൽ വീണ്ടും ആക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം വന്നിരിക്കുന്നത്. അതിന്റെ നടുവിലാണ് ഈ ദിവസങ്ങളിൽ ഇവിടെ തിരുവചന സത്യങ്ങൾ വെളിപ്പെട്ടത്. നമ്മെ വിളിച്ചിരിക്കുന്നത് വിശ്വാസത്തിൽ നിലനിൽക്കാനാണ്, വിശ്വാസത്തിന്റെ വഴികളിൽ സഞ്ചരിക്കാനാണ്. അവൻ കൈവിടത്തില്ല, ഏകനായി വിടത്തില്ല. ഒരു സംഘടനയുമല്ല നമ്മെ വിളിച്ചിരിക്കുന്നത്. ഒരു സംഘടനയുടെ നേതാവ് നമുക്ക് വേണ്ടി ഒരു തുള്ളി രക്തം ഊറ്റിയിട്ടില്ല. നമുക്ക് വേണ്ടി രക്തം ഊറ്റിയതായി യാഗപീഠത്തിൽ തകർക്കപ്പെട്ട് കിടക്കുന്നത് നമ്മുടെ അരിമനാഥനാണ്. നമുക്ക് അവന്റെ ഹിതവും അവന്റെ ഇഷ്ടവും അവന്റെ സ്വരവും മാത്രം മതി.
ആ സ്വരം നമ്മെ ലക്ഷ്യത്തിൽ എത്തിക്കും. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. അവന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ തടവറകളിൽ കിടക്കുന്നവർ പുറത്തു വരും. ലാസറേ പുറത്തു വരാൻ പറഞ്ഞപ്പോൾ ലാസർ പുറത്തു വന്നതുപോലെ പുറത്തു വന്നവന്റെ ശവക്കച്ചകൾ അഴിച്ചു മാറ്റി. അതുപോലെ ഈ കാലഘട്ടത്തിലെ സംഘടനകൾ അനേക വിശുദ്ധന്മാരെ, നിഷ്കളങ്കരായ ഭക്തന്മാരെ സംഘടനാ ഭക്തരാക്കി മാറ്റുകയാണ്. സംഘടനാ ഭക്തരാക്കി. യേശുക്രിസ്തുവിന്റെ അനുയായികൾ സംഘടനയുടെ അനുയായികളായി മാറുന്നു, അതിന്റെ അനുകാരികളായി മാറുകയാണ്. സംഘടനയെ അനുകരിക്കാനും സംഘടനയെ സേവിക്കാനല്ല നമ്മെ വിളിച്ചിരിക്കുന്നത്. നാം ദൈവസഭയ്ക്ക് സബലന്മാരാകേണ്ടവരാണ്. നമുക്കെല്ലാവരും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്നവൻ കറുത്തവനോ വെളുത്തവനോ, ഇന്ത്യക്കാരനോ ആഫ്രിക്കക്കാരനോ എത്യോപ്യക്കാരനോ ഏത് രാജ്യക്കാരനും ആകട്ടെ, അവനെല്ലാം നമ്മുടെ സഹോദരങ്ങളാണ്, നമ്മുടെ അപ്പന്റെ മക്കളാണ്, ഒരപ്പന്റെ മക്കളാണ്. ആ ഒരു വെളിപ്പാടിലേക്ക് നാം വരേണ്ടിയിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ നാം ഇവിടെ തുറന്നു വിട്ടത് ഗൗരവമായ സത്യങ്ങളാണ്, അല്ലേ? യേശുക്രിസ്തുവിന്റെ സഭ എന്ന നിലവിളക്ക് ഈ ലോകത്തിന്, ഇരുട്ടിൽ കിടക്കുന്ന ലോകത്തിന് വെളിച്ചം കൊടുക്കാൻ സ്വർഗം അടിച്ച് പണിത തന്റെ വിളക്ക്, സഭ എന്ന വിളക്ക്. ആ വിളക്ക് നമ്മൾ ഇവിടെ വെക്കുകയായിരുന്നു. അതിന്റെ പ്രകാശം ഈ തടവറകളിലേക്ക് കടക്കണം. ആ പ്രകാശം, സംഘടന എന്ന തടവറകളിലേക്ക് ആ പ്രകാശം കടന്ന് ജനം കണ്ണു തുറക്കുന്നവരായി, വെളിപ്പാട് പ്രാപിച്ചവരായി പുറത്തു വരണം. അവർ യേശുക്രിസ്തുവിന്റെ ഹിതം അറിയണം. അവർ കാണണം, കണ്ണാലെ കാണണം. യേശു എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, അവന്റെ ഹിതമല്ലാതെ ഒരു ഹിതവും എനിക്ക് വേണ്ട. അവന്റെ സ്വരം എവിടെയുണ്ടോ, യോർദാന്റെ കാട്ടിൽ, യോർദാന്റെ കരയിൽ അവന്റെ സ്വരം ഉണ്ടെങ്കിൽ ഞാൻ പോകും. എന്റെ കർത്താവിനെ എനിക്ക് കാണാൻ പുലർകാലത്ത് പോകാൻ ആരുടെയും ചീട്ട് വേണ്ട, ഒരു നേതാവിന്റെ ചീട്ട് വേണ്ട. വേണോ? അന്നാസിന്റെ കയ്യഫാവിന്റെ ചീട്ട് വേണോ മറിയയ്ക്ക് പുലർകാലത്ത് വരാൻ? വേണോ? അങ്ങനെ അന്നാസിന്റെ കയ്യഫാവിന്റെ ചീട്ടിനെ മറിയ ഭയക്കുന്നുണ്ടെങ്കിൽ നീ എന്തിനു വന്നു? ആ കാലത്തെ മതത്തിന്റെ നേതൃത്വങ്ങൾ അവനെ കല്ലറയ്ക്കകത്താക്കി അടച്ചു മുദ്രയിടുകയാണ് ചെയ്തത്. ഇന്നും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ വെളിപ്പെടുത്താതെ മറച്ചു വെക്കുകയാണ് ഈ കാലഘട്ടത്തിലെ സംഘടനകൾ. അവർക്ക് വേറെ പലതും പറയാനുണ്ട്. നമ്മളിവിടെ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെയുള്ള വലിയ വലിയ കൂട്ടങ്ങളിലൊക്കെ എങ്ങനെയൊക്കെയോ ആ പ്രസംഗങ്ങൾ കടന്നു പോകുന്നുണ്ടെന്നാണ് അറിയുന്നത്. നമ്മളുമായി വളരെ ബന്ധപ്പെട്ട ഒരു പ്രിയ സഹോദരൻ, ആ സഹോദരന്റെ കുടുംബത്തിലുള്ള ഒരു പ്രിയപ്പെട്ടവളോട് ഈ ദേശത്തുള്ള വലിയ ഒരു കൂട്ടത്തിലെ ഒരു പാസ്റ്ററിന്റെ അമ്മാമ്മ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ സാധാരണ വരാറുള്ള പാസ്റ്റർ ഈ തവണയും വന്നിട്ടുണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അദ്ദേഹത്തെ ഒന്നും നമ്മുടെ കൂട്ടത്തിൽ വിളിക്കാത്തത് നമ്മുടെ സംഘടനക്കാരനല്ലാത്തത് കൊണ്ടാണ് കേട്ടോ, ഒന്നും തോന്നണ്ടെന്ന്. നമ്മുടെ സംഘടനക്കാരനല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ കൂട്ടത്തില് വിളിക്കാത്തതെന്ന്. അപ്പോ സ്വർഗത്തിൽ വരുമ്പോ അടുത്തിരിക്കേണ്ടി വന്നാൽ എന്ത് ചെയ്യും? പറഞ്ഞു വന്നാൽ ഞാൻ ഈ മാർഗത്തിലേക്ക് വന്നത് ആ പറയപ്പെട്ട സംഘടനക്കാരുടെ കൂട്ടത്തിലാ. ഞാന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാപിയായിരുന്ന ഞാൻ നരകത്തിൽ പോട്ടതാ. കൃപയാൽ കർത്താവ് എന്നെ എന്ത് ചെയ്തു? രക്ഷിച്ച് ഈ മാർഗത്തിൽ കൊണ്ടുവന്നു. വന്നിട്ട് ദൈവത്തിന്റെ കുഴപ്പമല്ല, എന്റെ മാത്രം കുഴപ്പം. അതിനാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ആ തടവറയ്ക്കകത്തേക്ക് നടന്നു കയറിപ്പോയി. സംഘടന എന്ന തടവറയ്ക്കകത്ത് പോയി ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കിടന്നു. കർത്താവിന്റെ കൃപയാൽ അവൻ എന്നെ അവിടെ നിന്നും പിന്നെ വിടുവിച്ചു. ഇന്ന് ഞാൻ സ്വതന്ത്രനാണ്. ആ അമ്മാമ്മ പറഞ്ഞു, ആ പുള്ളിയുടെ പ്രസംഗം കേട്ടിട്ട് ഒരു സ്വതന്ത്രനാ തോന്നുന്നല്ലോ എന്ന്. പ്രസംഗം കേട്ടിട്ട് വെറും ഒരു സ്വതന്ത്രനാന്ന് തോന്നുന്നത് ശരിയല്ലേ? ഞാൻ സ്വതന്ത്രനല്ലേ? എന്നെ ആത്മീയമായി നിയന്ത്രിക്കുന്ന ദൈവദാസന്മാരുണ്ട്. അതെനിക്ക് നിശ്ചയമായും വേണം. എന്റെ തലയ്ക്ക് മുകളിലിരുന്ന് എന്റെ തെറ്റുകുറ്റങ്ങളെ ചൂണ്ടിക്കാണിക്കാനും എന്നെ കറക്റ്റ് ചെയ്ത് നടത്താനും ആത്മീയരായ ദൈവദാസന്മാർ എന്നോട് കൂടെയുണ്ട്. അവരുടെ വാക്കുകൾക്ക് ഞാൻ അതുപോലെ വില കൽപ്പിക്കും. അവര് പറയാണ്, ഇത്തവണ ബഹറിന് പോകണ്ടെന്ന് പറഞ്ഞാൽ പോകത്തില്ല. അതെന്താന്ന് ചോദിക്കത്തില്ല. അതാണ് വിധേയത്വം, അതാണ് അനുസരണം. അവർ യോഗ്യമായ കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ എന്ന് എനിക്ക് ഉത്തമമായ ഉറപ്പുള്ളത് കൊണ്ടാണ്. ആ ഉറപ്പില്ലെങ്കിൽ അവർ പറഞ്ഞാൽ എന്ത് ചെയ്യില്ല, ഒരിക്കലും കേൾക്കാൻ പോകത്തില്ല. അപ്പോൾ ഈ ദേശത്ത് ഞാൻ വന്ന് നിങ്ങളോട് ദൈവവചനം പഠിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളെ ദൈവസ്നേഹമാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ IPC-കാരനെ കണ്ടാൽ ചുംബനം കൊടുക്കണം, ചർച്ച് ഓഫ് ഗോഡുകാരനെ കണ്ടാൽ ചുംബനം കൊടുക്കണം. ഇനി നമ്മൾ പറയുന്ന സോ കോൾഡ് ഇൻഡിപെൻഡന്റുകാരനാണെങ്കിൽ അവനെ കണ്ടാൽ എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കൃപയിൽ നിൽക്കുന്നവരെല്ലാം നാം ഒരപ്പത്തിന്റെ അംശികളാണ്. നാം ഒരു പാനപാത്രത്തിന്റെ ഓഹരിക്കാരാ. നാം ഒരാത്മാവിനെ പ്രാപിച്ചവരാ. ആ വെളിപ്പാടിൽ നിന്ന് നമ്മെ ആരെല്ലാം തടയുന്നോ അവരെ എല്ലാം ഭരിക്കുന്നത് വേറെ ഒരു ആത്മാവാണ്. അവരെ ഒന്നും ദൈവാത്മാവല്ല ഭരിക്കുന്നത്.
സംഘടനയെ ഭരിക്കുന്ന ആത്മാവാണ്. അത് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന 10 കൊമ്പും 7 തലയുമുള്ള മൃഗത്തിന്റെ ആത്മാവാണ്. സകല സംഘടനകളെയും ഭരിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന മൃഗത്തിന്റെ ആത്മാവാണ്. ആ ആത്മാവാണ് ജനത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത് അധികാരത്തിന് വേണ്ടി. അധികാരം നിങ്ങൾ ധ്യാനിക്കണം. വെളിപ്പാട് പുസ്തകത്തിലെ 17-ാം അധ്യായത്തിലെ വാക്യങ്ങൾ. മർമ്മം മഹതിയാം ബാബിലോൺ, മ്ലേച്ഛതകളുടെയും വേശ്യമാരുടെയും മാതാവ്. ഏകവചനത്തിലല്ല എഴുതിയിരിക്കുന്നത്, മാതാവ് ഏകവചനത്തിലാ, പക്ഷേ മ്ലേച്ഛതകളുടെയും വേശ്യമാരുടെയും മാതാവ്. ആ പറയപ്പെട്ട മാതാവ്, അതാണ് വൺ വേൾഡ് റിലീജിയൻ, ഏകമതം. ആ വൺ വേൾഡ് റിലീജിയൻ ലോകം മുഴുവൻ ഒരു മത സംവിധാനത്തിലേക്ക് വരികയല്ലേ ഇപ്പോ. അതിവേഗം എതിർ ക്രിസ്തുവിന്റെ ഭരണം ആരംഭിക്കുമ്പോൾ ഈ ലോകത്തിന് എത്ര മതം ഉണ്ടാവും? ഒരേ ഒരു മതമേ ഉണ്ടാകാൻ പാടുള്ളൂ, ഒരേ ഒരു മതം. ആ മതത്തിന് ഒരു കള്ളപ്രവാചകൻ, ആ മതത്തിന് തലവനായിരിക്കുന്നത് ആന്റി ക്രൈസ്റ്റ്, അതിന്റെ കാര്യപരിപാടികൾ നടത്തുന്നത് കള്ളപ്രവാചകൻ. അങ്ങനെയല്ലേ അതിന്റെ കിടപ്പ്? മൃഗവും പിന്നെ കള്ളപ്രവാചകനും. അപ്പോ ആ സംവിധാനം വരാൻ ഇനി മണിക്കൂറുകളേ ഉള്ളൂ. ആ സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ എന്ത് ചെയ്യുക? അതിവേഗം എത്തുകയാണ്. അതുകൊണ്ടാണ് എക്യൂമെനിക്കൽ പ്രസ്ഥാനങ്ങൾ, പിന്നെ ഈ മതസൗഹാർദ്ദ സംവിധാനങ്ങളെല്ലാം ഇപ്പോൾ അടിക്കടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പെന്തക്കോസ്തുകാരും ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ കഴിഞ്ഞ വർഷമാണോ അതിന് മുൻപത്തെ വർഷമാണോ എന്ന് ഞാൻ അത്രയങ്ങ് സൂക്ഷ്മമായിട്ട് ഓർക്കുന്നില്ല, അമേരിക്കയിലെ സ്പ്രിംഗ്ഫീൽഡിൽ ആരംഭിച്ച ഒരു വലിയ സംഘം, ആ സംഘത്തിന്റെ കേരള ചാപ്റ്റർ ആരംഭിച്ചിട്ട് 100 വർഷമായി എന്നുള്ളതിന്റെ പേരിൽ അവർ വലിയ സെന്റിനറി ആഘോഷിച്ചു. കേരളത്തിന്റെ മണ്ണിൽ തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ആ വലിയ പ്രോഗ്രാം നടന്നത്. അപ്പൊ ആ വലിയ പ്രോഗ്രാമിൽ സെൻട്രൽ സ്റ്റേഡിയം നിറഞ്ഞു കവിയുമാറുള്ള ഒരു കൂറ്റൻ സ്റ്റേജ് ആയിരുന്നു. ആ സ്റ്റേജിൽ അതുമായി ബന്ധപ്പെട്ട പ്രഗത്ഭരായ ആളുകളെല്ലാം നമ്മൾ ഇന്ന് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരെല്ലാം വേദിയിൽ ഉപവിഷ്ടരായി ഇരിപ്പുണ്ട്. അവരുടെ നടുവിലേക്ക് മലയാളക്കരയിലും ഇന്ത്യയിലും ഒക്കെയുള്ള പ്രഗത്ഭരായ രാഷ്ട്രീയക്കാരും സാംസ്കാരിക നേതാക്കന്മാരെല്ലാം കടന്നു വരുന്നു. ഇവരെല്ലാം ഒരുമിച്ച് ആ വേദിയിലെ മുൻനിരയിൽ ഇരിക്കുന്നു. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പിന്നെ ആഭ്യന്തരമന്ത്രിയും അതുപോലെയുള്ള പ്രമുഖരായ ആളുകളെല്ലാം അവിടെ വന്നിട്ടുണ്ട്. കൂട്ടത്തിൽ ഇന്ത്യയുടെ രാജ്യസഭയുടെ ഉപാധ്യക്ഷനായ ബഹുമാന്യനായ പ്രൊഫസർ PJ കുര്യൻ അവറുകളും അവിടെ വന്നിട്ടുണ്ട്. PJ കുര്യൻ അവറുകൾ തന്റെ പ്രസംഗ സമയത്ത് പറയുകയാണ്, അത് പറയുന്നത് ഈ സംഭവം നടക്കുന്നത് ഒരു ബുധനാഴ്ച ദിവസം, അതൊരു ബുധനാഴ്ച ദിവസമാണ് ആ സംഭവം നടക്കുന്നത്. അതിന് 3 ദിവസം മുമ്പ് ഈ നടക്കാൻ പോകുന്ന കാര്യത്തിനെതിരെ ഞങ്ങൾ ഒറ്റയാൾ പട്ടാളം പോലെ നിന്ന് പൊരുതി. ഒറ്റയാൾ പട്ടാളം പോലെ ഇതിനെതിരെ, ഇത് ദൈവഹിതമല്ല, സാത്താന്യമാണ്, ദൈവത്തിന്റെ വിശുദ്ധന്മാരെ, നിഷ്കളങ്കരായ ജനത്തെ സാത്താന്റെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടുന്ന പ്രോഗ്രാമാണെന്ന് ഞങ്ങൾ ഇങ്ങനെ പ്രസംഗിച്ച് വീഡിയോയിലാക്കി അത് പബ്ലിഷ് ചെയ്തു. ലോകത്തിലെ പല രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ ഫോൺ നമ്പറും കൊടുത്തു. ടെലിഫോൺ കോളുകളുടെ പ്രവാഹം, അമേരിക്കയിൽ നിന്ന്, ഗൾഫിൽ നിന്ന്, എവിടെ നിന്നെല്ലാമാ. ചിലര് പ്രശംസിക്കുന്നു, ചിലര് സൂപ്പർ ചീത്ത വിളിക്കുന്നു. അങ്ങനെ പല നിലകളിലാണ് ചീത്ത വിളിക്കുന്നത്. അല്ലെങ്കിൽ ചിലർ പറയുന്നു ഓക്കെ വെൽഡൻ സബാഷ് എന്നൊക്കെ പറയുന്നു. നമുക്ക് വെൽഡനും വേണ്ട, ചീത്ത വിളിക്കുന്നവനെ ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അവൻ വിളിക്കട്ടെ. എത്രയോ പേര് എന്തെല്ലാമാ പറഞ്ഞതെന്ന് അറിയാവോ? ഇവിടെ അടുത്തുള്ള ഒരു സ്ഥലമാണ് കുവൈറ്റ്. ആ കുവൈറ്റിലുള്ള ഫുൾ ഗോസ്പൽ IPCയിലെ ഒരു സഹോദരൻ എഴുതിയ വാക്ക് അത്ര ഭയാനകമായിട്ടുള്ള എഴുത്താണ്, അത്ര വൃത്തികെട്ട എഴുത്താണ് ഈ കാര്യത്തിനടിയിൽ എഴുതിയത്. അത് കണ്ട ഡൽഹിയിലുള്ള ഒരു ഓർത്തഡോക്സുകാരൻ പറഞ്ഞു, അതിനടിയിൽ എഴുതിയിരിക്കുക, നീയൊക്കെ പെന്തിക്കോസുകാരനാണോ, എന്നിട്ടാണോ ഇങ്ങനത്തെ വാക്കുകളൊക്കെ എഴുതുന്നതെന്ന്. ആ ദൈവദാസൻ പറഞ്ഞത് എന്താ? ഇത്രയല്ലേ അയാൾ പറഞ്ഞുള്ളൂ, ദൈവത്തിന്റെ സഭ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യരുത്, കൂട്ടുകൂടരുത് എന്നല്ലേ പറഞ്ഞുള്ളൂ. അതിന് അതേ രീതിയിൽ മാന്യമായിട്ട് മറുപടി പറഞ്ഞാൽ പോരെ. ഇത്ര മ്ലേച്ഛമായ പദങ്ങളൊക്കെയാണ് പബ്ലിക്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു. ആരാ ചോദിച്ചത്? ഓർത്തഡോക്സുകാരനെ കൊണ്ട് പറയിപ്പിക്കേണ്ടി വന്നു. 400 പേരുള്ള ആ ചർച്ചിന്റെ പാസ്റ്റർ തന്റെ വിശ്വാസി ഒരു മാസം 1 ലക്ഷം 2 ലക്ഷം കണ്ടാ കൊടുക്കുന്നത്. അതുപോലെ പണമുള്ളവനാ, അവൻ എന്തും പറയാം. പറഞ്ഞത് ആർക്കെതിരെയാ? ഒരു ദൈവത്തിന്റെ ദാസനെതിരെയാ പറഞ്ഞത്. ആ മനുഷ്യനെ അനുഗ്രഹിക്കട്ടെ എന്ന് നമ്മൾ പറയത്തുള്ളൂ, വേറൊന്നും നമ്മൾ പറയത്തില്ല. നമ്മൾ പറഞ്ഞു വെച്ചത് എന്താ? ഇത് ശരിയല്ല, വചനപ്രകാരം തെറ്റാണ്, കർത്താവിന്റെ അഭിഷിക്തന്മാർ ഇരിക്കുന്നിടത്ത് ഇവർക്കാർക്കും കടന്നു വരാൻ അനുവാദമില്ലെന്നാ പറഞ്ഞത്. അത് പ്രവചനസ്വരമായിരുന്നു. പിറ്റേ ദിവസം ബുധനാഴ്ച അവിടെ അത് നടക്കുമ്പോൾ, അത് യൂട്യൂബിൽ കിടപ്പുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. പ്രൊഫസർ PJ കുര്യൻ പറയാണ്, എല്ലാ മതങ്ങളും മനുഷ്യരെ ആത്മീയതയിലേക്കാണ് നടത്തുന്നത്. എല്ലാ മതങ്ങളും
ദൈവത്തിങ്കിലേക്കുള്ള വഴിയാണ് തുറക്കുന്നതെന്ന്. ഈ ഉപദേശി കേമന്മാരെ എല്ലാം ഇരുത്തിക്കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് ചരിത്രത്തിൽ യൂട്യൂബിൽ കിടപ്പുണ്ട്. നമ്മൾ തലേദിവസം തന്നെ പറഞ്ഞു, യൂട്യൂബിൽ പാസ് ചെയ്തു. പിറ്റേ ദിവസം അവിടുത്തെ പബ്ലിക് പ്രോഗ്രാമിൽ ഈ ഇന്ത്യയുടെ ഒരു വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആ മനുഷ്യൻ പബ്ലിക്കായിട്ട് പറഞ്ഞു, അദ്ദേഹം ഒരു നാമധേയ ക്രിസ്ത്യാനിയാണ്. ഈ പെന്തിക്കോസ്റ്റ് പാസ്റ്റർമാരെ എല്ലാം നിരത്തി ഇരുത്തിക്കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. എന്ത് പറഞ്ഞത്? ആ ഇരിക്കുന്ന ഉപദേശിമാരുടെ എല്ലാം കയ്യിൽ ബൈബിൾ ഉണ്ട്. കയ്യിൽ അല്ലെങ്കിൽ പോലും അവരുടെ കക്ഷത്തിലോ അല്ലെങ്കിൽ ബാഗിലോ എവിടെയെങ്കിലും ഒക്കെ ഇരിപ്പുണ്ടാവുമല്ലോ. അത് തുറന്ന് അപ്പോസ്തല പ്രവൃത്തി 4:12 വായിച്ചാൽ അതിൽ എന്തായിരിക്കും എഴുതിയിരിക്കുന്നത്? മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് യേശു ക്രിസ്തുവിന്റെ നാമം മാത്രം. രക്ഷയ്ക്ക് നിദാനമായ ഒരേ ഒരു നാമം. ഇത് തെരുവിൽ നിന്ന് വിളിച്ചു പറയുന്ന മനുഷ്യരാ ഞങ്ങൾ. തെരുവിൽ നിന്ന് ഏത് സെക്കൻഡിലും മൂളി വരുന്ന കല്ലുകളെ പ്രതീക്ഷിച്ചാണ് നിൽക്കുന്നത്. യേശു ക്രിസ്തുവിലൂടെ മാത്രം രക്ഷയെന്ന്. ഞങ്ങളെ എല്ലാം കൊച്ചാക്കി അപമാനിക്കുകയല്ല ചെയ്തത് ഈ ദൈവദാസന്മാരെന്ന് പറയുന്നവര്. ഞങ്ങളുടെ വാക്കുകളുടെ വില പോയില്ലേ? അപ്പോ അതൊന്നും ഒരിക്കലും പോകത്തില്ല. അതെങ്ങനെ പോകാനാ? ഇവരിങ്ങനെ പറഞ്ഞെന്നോർത്ത് അത് ആ വില പോവോ? എന്തുകൊണ്ടാണ് നമ്മുടെ പ്രിയങ്കരനായ അപ്പോസ്തലൻ പത്രോസ് ആ ഒരു വാക്കുപയോഗിച്ച സഹോദരങ്ങളെ? മറ്റൊരുത്തരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട. അത് എന്ത് കാരണത്താലായിരിക്കും അങ്ങനെ ആ ഒരു വാക്യം എടുത്ത് പ്രയോഗിക്കാനുള്ള കാരണം? ഇവരെല്ലാം യഹൂദ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരല്ലേ. ഇവർക്കെല്ലാം ഈ കാണുന്ന സമാഗമന കൂടാരം നല്ല പരിചയമാണ്. യെരുശലേം ദേവാലയം അവർക്ക് വളരെ പരിചയമല്ലേ അതിലെ കാര്യങ്ങളെല്ലാം. ഇവർക്കറിയാം ഇതിന് മുൻപിൽ ഒരു യാഗപീഠം ഇരിപ്പുണ്ട്. ഇസ്രായേലിന് വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ, റിഡംഷനോടുള്ള ബന്ധത്തിൽ ഒരു സമയം ഒരൊറ്റ യാഗപീഠമേ പാടുള്ളൂ. രണ്ടാമതൊരു യാഗപീഠം പാടില്ല. രണ്ടാമതൊരു യാഗപീഠം ഉണ്ടാക്കിയാൽ കൃതജ്ഞതാപൂർവം ദൈവസന്നിധിയിൽ യാഗം അർപ്പിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അവർ യാഗപീഠം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ, ഇസ്രായേലിന്റെ പാപപരിഹാരത്തോടുള്ള ബന്ധത്തിൽ, നിങ്ങൾ കേട്ടിട്ടില്ലേ? ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ ഒരു യാഗം നടത്തി അതിപരിശുദ്ധ സ്ഥലത്ത് പോകുന്ന കാര്യം കേട്ടിട്ടുണ്ടല്ലോ. ആ പ്രോഗ്രാം, ആ യാഗം നടത്തി മഹാപുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്ത് കൃപാസനത്തിൽ രക്തം തളിച്ച് ഇസ്രായേലിന്റെ പാപങ്ങളുടെ പൊറുതിക്കും വീണ്ടെടുപ്പിനുമായി ആ കാര്യം ചെയ്ത് പുറത്തു വരുമല്ലോ. ആ കാര്യം, അതിന് ഒരൊറ്റ യാഗപീഠമേ പാടുള്ളൂ. രണ്ടാമതൊരു യാഗപീഠം ഉണ്ടാക്കിയാൽ അവനെ ജനത്തിന്റെ നടുവിൽ നിന്ന് ഛേദിച്ചു കളയണം. അതാണ് അതിന്റെ തത്വം, അതിന്റെ പ്രമാണം. അപ്പോ ഒറ്റ യാഗപീഠം. ഇസ്രായേലിന്റെ വീണ്ടെടുപ്പിന് ഒരൊറ്റ യാഗപീഠം, രണ്ടാമതൊരു യാഗപീഠം ഇല്ല. ആ യാഗപീഠം കാൽവറിയിലെ ക്രൂശിന്റെ നിഴലാണ് ഈ കാണുന്ന യാഗപീഠം. കാൽവറിയിൽ ഒരു യാഗപീഠം വെച്ചു. ആ ക്രൂശ് എന്ന് പറയുന്നത് നമുക്ക് എന്താന്നാ പറഞ്ഞത്? ഒരു യാഗപീഠമല്ലേ? ആ യാഗപീഠം യേശു ക്രിസ്തുവിന്റെ ക്രൂശ്. ആ ക്രൂശ് വിളിച്ചു പറയുന്നത് എന്താ? ആ യാഗപീഠം മുഴുവൻ ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും വിടുതലിന് വേണ്ടി ദൈവം ഒരുക്കിയ ഒരു യാഗപീഠം, സ്വർഗത്തിന്റെ അളവിൽ പണിത യാഗപീഠം. ആ യാഗപീഠം, അതിൽ കിടക്കുന്നവൻ ക്രിസ്തു, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ രക്ഷയില്ല. അതാരാണെങ്കിലും കൊള്ളാം. ഇതല്ലേ നമുക്ക് വിളിച്ചു പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ അഭിഷിക്തന്മാർ ശമൂവേലിനാൽ തന്നെ തൈലക്കൊമ്പിലെ അഭിഷേകം തലയിൽ വീണ തന്റെ അഭിഷിക്തന്മാർ നിരന്നിരിക്കുമ്പോൾ അവരുടെ മുമ്പിൽ നിന്ന് ഇത് വിളിച്ചു പറയുമ്പോൾ അവര് കേട്ടിരിക്കുകയാണെങ്കിൽ സ്വർഗം ദുഃഖിക്കില്ലേ? സഹോദരങ്ങളെ, ഇന്ന് സന്ധ്യയ്ക്ക് ഞാൻ അഭിമാനത്തോടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. തികഞ്ഞ അഭിമാനത്തോടും തന്റെ ഇടത്തോടും നട്ടല്ലോടാണ് നിൽക്കുന്നത്. ഞാൻ ആ പണ്ട് ഉൾപ്പെട്ട് നിന്ന ആ തടവറയെ, ആ സംഘടനയെ അതിന്റെ നേരെ കൈ ചൂണ്ടി ആ ദേശത്തെല്ലാം നിന്ന് വിളിച്ചു പറഞ്ഞു, ഒന്നാലും കൊള്ളാം, യേശു ക്രിസ്തുവിലൂടെ മാത്രം രക്ഷ. കഴിഞ്ഞ 2000 വർഷമായി, 2000-ന് അടുത്ത വർഷമായി യേശു ക്രിസ്തുവിന്റെ സഭ ഒരു യാത്രയിലാണ്. അവർ പരദേശികളെ പോലെ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു. ലക്ഷ്യത്തിലെത്തിയിട്ടില്ല. ലക്ഷ്യത്തിലെത്താതെ അവർക്ക് ആഘോഷമില്ല. ലക്ഷ്യത്തിലെത്തുന്നത് വരെ എന്തില്ല? ആഘോഷമുണ്ടോ? ലക്ഷ്യത്തിലെത്തുന്നവരെ ഇസ്രായേൽ മരുഭൂമിയിലൂടെ പോയപ്പോൾ 25-ാമത്തെ വർഷത്തെ എന്താ സിൽവർ ജൂബിലി ആഘോഷിച്ചോ മോശ? 10 വർഷത്തിന്റെ ആഘോഷം നടത്തിയോ? 1 വർഷം കഴിഞ്ഞതിന്റെ ആഘോഷം നടത്തിയോ? ഒരാഘോഷവും നടത്തിയില്ല. ലക്ഷ്യത്തിലെത്തണം. ലക്ഷ്യത്തിലെത്തി വാഗ്ദത്ത ദേശം എന്ത് ചെയ്യണം? പിടിച്ചടക്കണം. അതാണ് നമ്മുടെ മുൻപിലുള്ള ഒരു നിഴല്. ആ നിഴൽ പ്രകാരം ചിന്തിക്കുകയാണ്. നാം ഇപ്പോഴും യാത്രയിലല്ലേ? യാത്ര അവസാനിച്ചോ? യാത്ര തീരണം.
നമ്മുടെ മുൻപിൽ അപ്പോസ്തലന്മാരുണ്ട്, സഭയുടെ ചരിത്രമുണ്ട്. സഭയുടെ ചരിത്രം പഠിപ്പിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി തീരുന്നത് ഏകദേശം AD 60. അപ്പോസ്തല പ്രവൃത്തി എഴുതി പൂർത്തീകരിക്കുമ്പോൾ ഏകദേശം AD 60. അപ്പൊ തുടങ്ങിയിട്ട് 30 വർഷമായി. അപ്പോ 25 വർഷം അതിനു മുമ്പല്ലേ? 30 മുമ്പല്ലേ 25? അപ്പോ സിൽവർ ജൂബിലി ആഘോഷിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തിയിൽ ഏതെങ്കിലും പ്രവൃത്തിയിൽ എഴുതണ്ടേ? എഴുതിയോ? പിന്നെ അടുത്തത് അങ്ങനെ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ ഏകദേശം AD 95 പത്മോസിൽ യോഹന്നാൻ കിടന്ന് ലാസ്റ്റ് പുസ്തകം എഴുതി തീർക്കുമ്പോൾ 65 വർഷം കഴിഞ്ഞു. 50 വർഷം ഇതിനിടയ്ക്ക് കഴിഞ്ഞില്ലേ? പറഞ്ഞതുപോലെയുള്ള ഗോൾഡൻ ജൂബിലി ആഘോഷിക്കണ്ടേ? ആഘോഷിച്ചോ? നമ്മുടെ പ്രിയങ്കരായ അപ്പോസ്തലന്മാർ ആരും ചെയ്യാത്ത കാര്യം ഇപ്പൊ നമുക്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇനി അങ്ങനെ ഒരു ആഘോഷം നടത്തണമെങ്കിൽ പാസ്റ്റർ ഒരു വലിയ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആ സ്ഥാപനത്തോടുള്ള ബന്ധത്തിൽ അതിന്റെ ഉടമസ്ഥൻ, അയാൾ ഏതോ രാജ്യക്കാരൻ, അയാൾ എവിടെ ഇരിക്കുന്നു, അങ്ങനെ ചിന്തിക്കുക. അപ്പം ആ സ്ഥാപനം തുടങ്ങിയിട്ട് 25 വർഷമായി. പാസ്റ്റർ ഇന്നലെ അവിടെ ചെന്ന് കയറിയിട്ടേ ഉള്ളൂ. അപ്പൊ പുള്ളി അറിഞ്ഞു, നോക്കിയപ്പോ ഫയലൊക്കെ നോക്കിയപ്പോ അടുത്ത ആഴ്ച 25 വർഷം. ശരി, ഉടമസ്ഥനോടൊരു വാക്ക് പോലും പറയാതെ പുള്ളി വിളിച്ചു പറയാണ്, എല്ലാവരും തന്റെ കീഴിൽ ഒരു 10-15 പേരുണ്ട്, അവരോടൊക്കെ പറയാ, നമ്മുടെ 25 വർഷത്തിന്റെ സിൽവർ ജൂബിലി നാളെ ആഘോഷിക്കാൻ പോവാണ്. എല്ലാവരും സെറ്റ് സാരി ഉടുത്തൊരുങ്ങി, പിന്നെ അമ്മൻ കുടവും, പിന്നെ ഇങ്ങനെ നിന്ന് തുള്ളുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ തലയിൽ വെച്ചിട്ട്. നിങ്ങളുടെ നാട്ടിൽ എന്താ അതിന് പേര് പറയുന്നത്? അമ്മൻ കുടോ? ഇങ്ങനെ തലയിൽ ഇങ്ങനെ പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നിന്ന് ഡാൻസ് കളിക്കില്ലേ? ഇവരൊന്നും കണ്ടിട്ടില്ല. ദൈവമേ, തൃശ്ശൂർ പൂരത്തിന് കൊണ്ടുപോണ്ടി വരും തോന്നുന്നു. തൃശ്ശൂർ പൂരത്തിന് വരെ കുംഭമേളയോ എന്ത് കുടമാണെങ്കിലും കൊള്ളാം, അതൊക്കെ വെച്ച് പെണ്ണുങ്ങളും ആണുങ്ങളും ഇങ്ങനെ തുള്ളി പോകുന്നു. പിന്നെ ഈ പള്ളി പെരുന്നാളിന് നിങ്ങൾ കണ്ടിട്ടില്ലേ, ഡ്രം അടിച്ച് ബാൻഡ് സെറ്റ് പോകുന്നത്, പി എന്നുള്ള ഒച്ചയൊക്കെ കേൾപ്പിച്ച്, അപ്പൊ അതൊക്കെ കേൾപ്പിച്ച് ഇങ്ങനെ പോകുന്നു. പിന്നെയാണ് ഈ പറഞ്ഞ അഭിഷിക്തന്മാരിങ്ങനെ വെള്ളയൊക്കെ ആയിട്ട് നടന്നു വരുന്നു. അങ്ങനെ 100 വർഷത്തെ സെന്റിനറി ആഘോഷിക്കുന്നു. ആരുടെ സെന്റിനറി? ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഇന്നലെ കയറിയുള്ളൂ ജോലിക്ക്. 25 വർഷം ആയി എന്ന് കേട്ടപ്പോൾ പുള്ളിക്കാരൻ ചാടി ആഘോഷിക്കാൻ പോവുക. ഉടമസ്ഥൻ എങ്ങാനും വരികയാണെങ്കിൽ ബാക്കി വെച്ചേക്കുവോ? എന്റെ സ്ഥാപനത്തിന്റെ 25 വർഷം ആഘോഷിക്കണോ വേണ്ടയോ എന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത്. നീ ആരാന്ന് ചോദിക്കില്ലേ? ചോദിക്കുമല്ലയോ? ഈ സഭയുടെ നാഥനും കർത്താവും ഉടമസ്ഥനും ആരാ? പരിശുദ്ധാത്മാവല്ലേ? പരിശുദ്ധാത്മാവിന്റെ ആലോചനയാണോ അത്? ഇതിന്റെ ഉടമസ്ഥൻ നമ്മളാണോ? നമ്മളാണെങ്കിൽ ഓക്കെ, 100% നമ്മൾ ഈ പറഞ്ഞതെല്ലാം സോറി, തിരിച്ചെടുത്തിരിക്കുന്നു. പറഞ്ഞതെല്ലാം എന്ത് ചെയ്തു? തിരിച്ചെടുത്തില്ലേ? അവിവേകമല്ലേ? പരിശുദ്ധാത്മാവ് ഒരു സെന്റിനറി ആഘോഷിക്കുമ്പോൾ തടയാൻ നമുക്ക് വല്ല അധികാരമുണ്ടോ? അങ്ങനെയെങ്കിൽ യെരുശലേമിലെ സഭ ആരംഭിച്ചിട്ട് 2000 വർഷം തികയാൻ പോവുക. അവിടെ ഒരു 2000, അതിനിപ്പോ എന്ത് വാക്ക് പറയും 2000-ന്? ഇതിപ്പോ 100-ന് സെന്റിനറി എന്ന് പറയാം. ഒരു 2000 വർഷം തികയാൻ പോവുക. ഒരു ആഘോഷം അവിടെ നടത്തണ്ടേ? എങ്ങനെയാണെങ്കിൽ മർക്കോസിന്റെ മാളിക മുറി ഓർക്കുന്നില്ലേ? അവിടെ ആരംഭിച്ച കൂട്ടത്തിന്റെ ഒരാഘോഷം 2000 വർഷം തികയാൻ ഇനി കുറച്ച് നാളും കൂടെ ഉള്ളൂ. നടത്താൻ അവിടെ വല്ലവരും ഉണ്ടോ? ഇപ്പോ യെരുശലേമിൽ സഭയുണ്ടോ? ഒന്നുമില്ല, അടിച്ച് പിരിഞ്ഞു പോയി. ഇത് കേൾക്കാത്തത് കൊണ്ട്, മുന്നറിയിപ്പുകളെ അവഗണിച്ചത് കൊണ്ട് അവിടെ എന്തില്ല ഇപ്പോ. ഇനി തൊട്ടടുത്ത സ്ഥലം അന്ത്യോക്യ. തൊട്ടടുത്ത സമയത്ത് തന്നെ അന്ത്യോക്യയിൽ ആരംഭിച്ചില്ലേ? അവിടെ ഇന്ന് ഈ പ്രമാണത്തിൽ നിൽക്കുന്ന, അപ്പോസ്തോലിക ഉപദേശത്തിൽ നിൽക്കുന്ന യേശുക്രിസ്തു എന്ന മൂലക്കല്ലിന്മേൽ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന ഗണത്തിൽ പണിയുന്ന സഭ അന്ത്യോക്യയിലുണ്ടോ? ഉണ്ടോ? അവിടെയല്ലേ വിപ്ലവം ആരംഭിച്ചത്. ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്നുള്ള പേര് പോലും ഉണ്ടായത് എവിടെയാ? അന്ത്യോക്യയില്. ആ അന്ത്യോക്യയിൽ ഇന്ന് യേശുക്രിസ്തുവിന്റെ സഭയാം വിളക്ക് കത്തിനിപ്പുണ്ടോ? എന്ത് സംഭവിച്ചു? കെട്ടുപോയി. എങ്ങനെ പോയി? അതിൽ ഒഴിക്കേണ്ടിയ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ വന്നില്ല. അതുകൊണ്ട് പതിയെ എന്ത് ചെയ്തു? വിളക്ക് കെട്ടുപോയി. കരിന്തിരികൾ എന്ത് ചെയ്തില്ല? സമയാസമയങ്ങളിൽ മുറിച്ചു മാറ്റിയില്ല. പല നിലകളിലും വിളക്ക് തകർന്നു പോയി. നെബൂഖദ്നേസറിന്റെ രഥം ഉരുണ്ടു അന്ത്യോക്യയിലും യെരുശലേമിലൊക്കെ. പഴയ നെബൂഖദ്നേസർ അല്ല, പിന്നത്തെ നെബൂഖദ്നേസർ. പിന്നത്തെ കാലഘട്ടത്തിൽ സാത്താൻ അവന്റെ കിങ്കരന്മാരെ അയച്ചു. ഉപദേശ പെസകുകൾ, വഞ്ചനകൾ സഭയ്ക്കകത്തേക്ക് കടന്നു വന്നു. സഭ എന്ന സംഭവം വേറെ നിലയിലേക്ക് മാറിപ്പോയി. അങ്ങനെ തകർന്നു പോയി. അതുപോലെ നമ്മുടെ ദേശത്തും സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, അതെന്തൊരു വർത്തമാനമാ പറഞ്ഞത്. നമ്മുടെ സംഘടനക്കാരനല്ലെന്ന് പറഞ്ഞാൽ, എന്നെ കഴുകിയത് കാൽവറിയിലെ ആ കൊലമരത്തിൽ ആ വിലാപ്പുറത്തുനിന്ന് ഒഴുകിയ ചോര കൊണ്ടാ എന്നെ കഴുകിയത് കേട്ടോ. എന്നെ പോത്തിന്റെ ചോര കൊണ്ടോ എരുമയുടെ ചോര കൊണ്ടോ അല്ല കഴുകിയത്.
ആ തിരുരക്തം കൊണ്ട് കഴുകൽ പ്രാപിച്ചവനാ ഞാൻ. പാപത്തിന്റെ ചേറ്റുകുഴിയിൽ നിന്ന് അവൻ എന്നെ വിടുവിച്ചു. ഇന്ന് ഞാൻ ആ ക്രൂശിനെ ധ്യാനിക്കുന്നവനാ. ഇന്നും എനിക്ക് പ്രശംസിക്കാൻ അതേ ഉള്ളൂ. ഇന്ന് രാത്രിയും എനിക്ക് ഉയർത്താൻ യേശുവിന്റെ ക്രൂശേ ഉള്ളൂ. ഒരു സംഘടനയുമില്ല, ഒരു മതവുമില്ല, ഒരു നേതാവിനെ ഉയർത്താനില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ അഭിമാനത്തോടെയാണ് നിൽക്കുന്നത്. അഭിമാനത്തോടെ കാഹളത്തിന് കാതോർത്ത് നിൽക്കുകയാണ്. കാഹളത്തിന് കാതോർത്ത് നിൽക്കുകയാണ്. സ്തോത്രം. വലഞ്ഞുപോയ ലോത്തിന്റെ കൂടെയുള്ള യാത്രകൾ അവസാനിപ്പിക്കുക. ലോത്ത് വലഞ്ഞുപോയി, അവന്റെ കൂടെ നടന്ന നീ എന്താവും? വലഞ്ഞു പോകും. അതുകൊണ്ട് ദൈവത്തിന്റെ സ്വരം കേൾക്കുമ്പോൾ ആ സ്വരത്തിനനുസരിച്ച് മുന്നോട്ട് പോകാൻ പഠിക്കുക. എന്നാൽ ഇന്ന് രാത്രി ഞാൻ കടത്തി പറയട്ടെ, നാം എല്ലാവരെയും ബഹുമാനിക്കുക, എല്ലാവരെയും സ്നേഹിക്കുക, നിഗളം വരരുത്. പിന്നെയും അടിമനുഭവത്തിൽ എന്ത് ചെയ്യരുത്? നമ്മെ യേശുക്രിസ്തു സ്വതന്ത്രരാക്കിയതാണ്. ആ സ്വാതന്ത്ര്യത്തിൽ നിൽക്കുക. ആത്മാവിനാൽ നടത്തപ്പെടണം. ആത്മാവിനാൽ നടത്തപ്പെടണം. ഈ പട്ടണത്തിലുള്ള ഒരു സഹോദരനോട് നമ്മുടെ ഒരു സഹോദരൻ പറഞ്ഞു, സ്നേഹിത, ഒരു ഉപദേശി ഇവിടെ വന്ന് ദൈവവചനം ഇങ്ങനെ പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്, നമുക്ക് പോയി ഇത്തിരി നേരം കേൾക്കാൻ വരാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ സംഘടനക്കാരനല്ലല്ലോ ഞാൻ എങ്ങനെയാ വരുന്നതെന്ന്. ഇവരെല്ലാം അടിമതുകത്തിൽ കിടക്കുകയല്ലേ. ഇവരെല്ലാം പിന്നെയും കത്തോലിക്ക, യാക്കോബായ, മർത്തോമ എന്ന് വേണ്ട പല തോമാകളിൽ നിന്ന് ഇറങ്ങി വന്നവരാ. അവരെല്ലാം പിന്നെയും എവിടെ പോയി കിടക്കുക? അവർക്ക് സ്വാതന്ത്ര്യമുണ്ടോ? ക്രിസ്തുവിനെ കേൾക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ടോ? അതേസമയം ഒരു പ്രവാചകൻ വന്നെന്ന് പറഞ്ഞാൽ അവർ ചാടി വരില്ലേ? അന്നേരം നമ്മുടെ സംഘടനയാണോ നോക്കുവോ? ഒന്ന് പറഞ്ഞേ, വേഗം പറഞ്ഞേ. ഇവിടെ നാട്ടിൽ നിന്ന് ഒരു പ്രവാചകൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സംഘടനയിലുള്ളതാണോ? അദ്ദേഹത്തിന്റെ ക്രെഡൻഷ്യൽ എങ്ങനെ, ആരാ ഒപ്പിട്ടിരിക്കുന്നത്? ഇതൊക്കെ ചോദിക്കുവോ? യോഹന്നാനോട് യോർദാന്റെ കരയിൽ ചെന്നിട്ട് താങ്കളുടെ ക്രെഡൻഷ്യൽ എവിടെ നിന്നാണ് എന്ന് ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും? അത്രേ ഉള്ളൂ ഇത്ര നേരം കഴിഞ്ഞത്. യോഹന്നാന്റെ ക്രെഡൻഷ്യൽ ചോദിക്കാൻ ആരാ നീ? യോഹന്നാൻ എന്തായിരിക്കും മറുപടി പറയുന്നത്? പക്ഷെ യോഹന്നാന്റെ ശുശ്രൂഷയല്ല കേട്ടോ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. യോഹന്നാൻ പഴയ നിയമത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞ ആ രീതിയിലല്ല ഇന്ന് പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകനും പുതിയ നിയമത്തിന്റെ പ്രവാചകനും പറയുന്നത്. പുതിയ നിയമത്തിന്റെ പ്രവാചകൻ ഈ കാര്യങ്ങൾ അതിഗംഭീരമായി അർദ്ധശങ്കയ്ക്കിടയില്ലാതെ വിളിച്ചു പറയുമ്പോഴും ക്രിസ്തുവിന്റെ ആർദ്രതയോടെ ആയിരിക്കും പറയുന്നത്. അകം മുഴുവനും ദൈവസ്നേഹത്താൽ പിടിക്കപ്പെട്ട് ദൈവസ്നേഹത്താൽ നിറഞ്ഞു നിന്ന് ഒരാൾ പോലും, ഒരമ്മാമ്മ പോലും നഷ്ടപ്പെടരുത്. ഒരു സീനിയർ പാസ്റ്ററിന്റെ, ജൂനിയർ പാസ്റ്ററിന്റെ ഒന്നും നഷ്ടപ്പെടണ്ട, അല്ലേ? സകലരും തടവറയെന്ന് പുറത്തു വരിക, സ്വാതന്ത്ര്യം അനുഭവിക്കുക, ആത്മാവിലുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുക. അത്ര ഭയങ്കര മഹനീയ പദവിയിലേക്ക് വന്നിരിക്കുന്ന നിങ്ങൾ പിന്നെയും അടിമനുഖത്തിലേക്ക് മടങ്ങിപ്പോകും. ഈ ശ്രേഷ്ഠമേറിയ വെളിപ്പാടുകൾ, ക്രിസ്തുവിനെ കുറിച്ചുള്ള ആഴമേറിയ വെളിപ്പാടുകൾ ലഭിച്ചിട്ട് പിന്നെയും ലോകത്തിന്റെ മാലിന്യങ്ങളിലേക്ക് മടങ്ങിപ്പോവുകയോ? പരിശുദ്ധാത്മാവ് ദുഃഖിക്കും, ദൈവത്തിന്റെ ആത്മാവ് ദുഃഖിക്കും. അതുകൊണ്ട് നാം ഈ വചനങ്ങളെ അനുസരിച്ച്, അവന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിച്ച്, ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ, അതനുസരിച്ച് അതിൻ പ്രകാരം ജീവിക്കാനുള്ള വലിയ വാഞ്ചയോടും ആഗ്രഹത്തോടും ഈ ദിവസങ്ങളിലായിരിക്കുക. എങ്കിൽ സ്വർഗം നമ്മെ ആ സ്വസ്ഥതയിലെത്തിക്കും. നാം ക്രിസ്തുവിൽ പങ്കാളികളാകും, വാഗ്ദത്തങ്ങൾക്കെല്ലാം നാം അവകാശികളാകും. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ വിശ്വാസത്തെ തള്ളിക്കളയരുത്. വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത ആവശ്യം. സഹിഷ്ണുതയോടുകൂടി നാം എന്ത് ചെയ്യണം? വാഗ്ദത്തങ്ങളെ പ്രാപിക്കുന്നവരാകണം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ശുഭതയിലേക്ക് കൊണ്ടുവരട്ടെ. സ്തോത്രം.